ബെല്ലി ഫാറ്റ് അഥവാ കുടവയർ, അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് കൂടുതലായിട്ടും വണ്ണം വെക്കുന്നത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. വയറ് വല്ലാതെ ചാടി നിൽക്കുന്നു, അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കാറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ബെല്ലി ഫാറ്റ് അഥവാ കുടവയർ. പലരും പറയുന്നൊരു കാര്യം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ തടി കുറവാണ്, പക്ഷേ വയറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ചാടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഡ്രസ്സൊക്കെ പെയർ ചെയ്ത് പോകുന്ന സമയത്ത് അത് ഇടുമ്പം നമുക്ക് ആ ഒരു പ്രോപ്പർ ബോഡി ഷേപ്പിംഗ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ അവർ ഷർട്ട് ഇടുന്ന സമയത്ത് വയറ് വല്ലാതെ ചാടി നിൽക്കുന്നു, അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ കുറച്ച് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ തന്നെ അവർക്ക് അമിതമായിട്ടുള്ള കിതപ്പ് അനുഭവപ്പെടുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരും തന്നെ ഈ ഒരു വയറ് കാരണം ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ പലരും വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വയറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്, വയറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ ഒരു റിസൾട്ടൊന്നും ആർക്കും തന്നെ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ പലരാണെങ്കിലും ഡയറ്റ് എടുക്കും, സ്റ്റാർട്ടിങ്ങിൽ അവർ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് കൊടുത്തിട്ട് ഡയറ്റ് എടുക്കും. അപ്പം അവർക്ക് എക്സസൈസ് ചെയ്യും. എക്സസൈസ് ആയിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം വയറിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മന്ത് കൊണ്ട് നല്ല രീതിയിൽ കുറയും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡയറ്റിൽ തന്നെയാണ്. എക്സസൈസ് ചെയ്യണ്ട എന്നല്ല, പക്ഷെ അത് നിങ്ങൾ വയറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ബോഡി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുക. ഡയറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് മെലിയുക ചെയ്യുക, അല്ലാതെ നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്ത് മാത്രം മെലിയുക ബാക്കിയുള്ള ഭാഗത്ത് അതുപോലെ നിൽക്കുക എന്നല്ല. നമ്മൾ ഡയറ്റ് നിർബന്ധമാണ്. ഡയറ്റ് എടുക്കുന്ന സമയത്ത് ടോട്ടൽ ബോഡിയിൽ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും, വയറ് ചാടുന്നത് കുറയും. ഇങ്ങനെ ഒരു ബെല്ലി ഫാറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. കാരണം നമുക്കിപ്പോൾ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഈ വയറൊന്ന് തള്ളി നിൽക്കുക, ചാടി നിൽക്കുന്ന സമയത്ത് തന്നെ അവർ വരുമ്പോഴേക്കും, അവരിയ്ക്കുമ്പോഴേക്കും തന്നെ അവർക്ക് ഒരു അമിതമായിട്ടുള്ള കിതപ്പ് അനുഭവപ്പെടും. ആ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു കിതപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. അപ്പോൾ ഒന്നെങ്കിൽ അവർ ചിലപ്പം സ്കാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരം ചേഞ്ചസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വയറ് ചാടുന്നത് നമ്മളെല്ലാവരും കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചിട്ടല്ല നമുക്ക് വയറ് ചാടുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്ന പോലെ കുറച്ച് കഴിച്ചിട്ടല്ല. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ടാവും. ഈ വയറ് ചാടാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ വയറ് ചാടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു ഡയറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ വയറെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ വരാം, വയറ് ചാടി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ, പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല, ശ്വാസം എടുക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഒരു ഡയറ്റ് എടുത്തിട്ട് നിങ്ങളുടെ വയറ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വയറ് കുറയ്ക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതായത് കൂടുതലായിട്ട് ഈ ബീഫ്, മട്ടൻ ഒക്കെ നന്നായിട്ട് കഴിക്കുക, എണ്ണക്കടികൾ നന്നായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ മധുരം, ഈ പറയുന്ന എല്ലാം ഒരുപോലെ കഴിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്കുണ്ട് എരിവ് മാത്രം കഴിക്കുക, എന്നാൽ ചില ആളുകൾക്ക് മധുരം കൂടുതൽ ഇഷ്ടം, എരിവ് വലിയ താല്പര്യമില്ല. ചില ആളുകൾ എങ്ങനെയാണ്, ഈ 2 ടേസ്റ്റും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ട് 2 കഴിക്കും, എരിവുള്ളതും കഴിക്കും, മധുരമുള്ളതും കഴിക്കും, എണ്ണക്കടികളും കഴിക്കും, അങ്ങനെ എല്ലാം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വയറ് ഭയങ്കര രീതിയിൽ പെട്ടെന്ന് ചാടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് വയറുണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് മുൻപിലോട്ട് തള്ളി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അത്ര നിങ്ങൾക്ക് ഒരു വയറ് കൂടുതലായിട്ട് നിൽക്കില്ല. പക്ഷേ ഹൈറ്റ് കൂടുതലായിട്ടുള്ള ആളുകൾക്കും വയറ് വരാൻ കാരണം എന്താണ്, അവരത്രത്തോളം കഴിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വലിയൊരു റീസണാണ് മദ്യപാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഈ വയറ് ചാടുന്നത് ഒരു ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. മിക്ക സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ള ആളുകളിൽ വയറുണ്ടായിരിക്കാം. അല്ലാത്ത സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രസവിച്ചതിന് ശേഷം നമുക്ക് നല്ല ചേഞ്ചസ് പലരിലും കാണാം. പക്ഷേ ചില ആളുകളിൽ ബോഡിയിൽ വലിയ വണ്ണമൊന്നും വെക്കണം എന്നില്ല, പക്ഷെ വയറ് നല്ല രീതിയിൽ ചാടും. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി എല്ലാം കഴിയുന്ന സമയത്ത് ഭയങ്കര ഒരു ടെൻഷൻ, വിഷമം എന്നൊക്കെ പറയുന്നത് ഈ വയറിങ്ങനെ വന്ന് ചാടിക്കിടക്കുക അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം നമുക്കിതൊക്കെ കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു ഡയറ്റ് എടുക്കണം.
ഫുഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചസാര ഒഴിവാക്കുക തന്നെ ചെയ്യണം. 1 മന്ത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ആ ബോഡിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു മാസം നിങ്ങൾ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ബോഡിയിൽ കോശങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഡാമേജുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അമിതമായിട്ടും മധുരം വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ടും അരിയാഹാരം കഴിക്കുന്നത്, അരിയാഹാരം കൂടുതലായിട്ട് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ നോക്കുക. പിന്നെ ഈ തേന്, അതുപോലെ തന്നെ ഷെയ്ക്ക് ഒരുപാട് കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് അടിച്ച് കുടിക്കുക, അതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റ് കുറയുന്നതൊക്കെ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യുക. അപ്പം നമുക്ക് എക്സസൈസിൽ പല രീതിയിലുള്ള എക്സസൈസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കിടന്നുകൊണ്ട് നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാതെ നോർമലി നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം, ജിമ്മിൽ പോയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ നടക്കാം, സൂംബ ചെയ്യാം, എയറോബിക്സ് പോലുള്ള ഒരുപാട് ഐറ്റംസുകൾ തന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലുള്ള എന്തുണ്ടായിരിക്കും, ഒരു വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കാം, വയറിൻ്റെ ഭാഗത്തുള്ള തടിയൊക്കെ നമുക്ക് കുറച്ചെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലരും സർജറി ചെയ്യുക, ഇഞ്ചക്ഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. അപ്പോൾ അത് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് എന്ത് വേണം, ധൈര്യം കൂടി വേണം. പലരും നമ്മുടെ ബോഡിയിൽ ഇഞ്ചക്ഷൻ അടിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് പേടിയുള്ള ഒരു കാര്യം. അപ്പം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുക വെയിറ്റ് കുറയ്ക്കാന്നുള്ളത്, നിങ്ങൾ ആ ഒരു കാര്യത്തിലോട്ട് പോവണ്ട. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഈ പ്രസവിച്ച പാടെ സ്ത്രീകൾ തടിക്കാനുള്ള കാരണം എന്താണ്, പ്രസവിച്ച പാടെ ഭക്ഷണം കഴിക്കണം, പക്ഷെ ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് വേണ്ട, നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കണം, കുട്ടിക്ക് പാല് കിട്ടണം, ആ ഒരു അളവിൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക. അത് കഴിക്കാതെ അതിനുശേഷം ഒരുപാട് ശ്രദ്ധിക്കാതെ ഒക്കെ ഇരിക്കുമ്പോഴാണ് വല്ലാണ്ട് തടിച്ച് വെറുതെ ഇരിക്കുക, ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക, ഇതൊക്കെയാണ് ഓവർ തടി ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സപ്ലിമെൻറ്റോ ഇഞ്ചക്ഷനോ അതുപോലെ തന്നെ സർജറിയോ അങ്ങനെയുള്ള ഒന്നിനും നമുക്ക് പോവണ്ട. പിന്നെ ഒരു ഘട്ടമെത്തി കഴിഞ്ഞാൽ പലർക്കും അങ്ങനെയുള്ള ഒരു സ്റ്റേജിലോട്ട് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് കൺട്രോൾ കൊണ്ടുവരിക, എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഡയറ്റ് എടുത്തിട്ട് വെയിറ്റൊക്കെ കുറയ്ക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.